നമസ്കാരം ഗൈസ്, മിസ്റ്റർ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങൾ ലണ്ടനിൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ബക്കിംഗ്ഹാം പാലസ് ആണ് ആദ്യം. പിന്നീട് അവിടെ ചെന്നിട്ട് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ബേബി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബേബിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഹെക്റ്റിക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഒരു ബേബിനെയും കൊണ്ട് ട്രാവലിന് ഇറങ്ങുന്നവര്, ടോഡലർ, അതായത് ഞങ്ങളുടെ ജില്ലു ബേബി, അവക്കിപ്പോ 2.5 വയസ്സാകാൻ പോകുന്നു. 2.5 വയസ്സുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഞങ്ങള് ട്രാവലിന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ തരണം ചെയ്യണം, എവിടെയൊക്കെ എത്തണം, എങ്ങനെയൊക്കെയാണ്. ബേബി അല്ല, ചേച്ചി. അവൾ പറയുന്നത് ചേച്ചി എന്നാണ് പറയുന്നത്. അപ്പൊ ചേച്ചീനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ പലർക്കും അങ്ങനെ ഉണ്ട്. ഈ കൊച്ചിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ട്രാവൽ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാം, കൂടെ ഇതിൻ്റെ ഒരു എക്സാക്ട് ഐഡിയ കിട്ടും. ആൻഡ് ദ വെരി ഫസ്റ്റ് തിങ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ടൈം എത്ര ഉണ്ടോ? ഇപ്പൊ സമയം എന്താ ജില്ലു? ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 12 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ 9 മണിക്ക് പോകണമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ 10 മണിയായി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 2 മണി വരെ ഇവിടെ ഉറങ്ങിയില്ലായിരുന്നു. 2 മണി ആയപ്പോഴാണ് ഇവിടെ ഉറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നേരം ലേറ്റായി. രാവിലെ 11 മണിക്ക് നമ്മുടെ ബക്കിംഗ്ഹാം പാലസിന്റെ ഫ്രണ്ടിലുള്ള ഗാർഡ് ചേഞ്ച് ചെയ്യുന്നൊരു പരിപാടി, അത് കാണണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നു. പ്ലാനിങ് നടന്നില്ല. ഫസ്റ്റ് കാരണം മനസ്സിലായിക്കോ, നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ എപ്പോഴും കുളവായിക്കൊണ്ടിരിക്കും എപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ. സോ അത് മുൻകൂട്ടി നമ്മളെ മൈൻഡിലുണ്ടായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും അൺപ്ലാൻഡ് ആയിരിക്കണം. ഞങ്ങൾക്കത് കുഴപ്പമില്ല. ഇപ്പം ഇവിടെ ഒന്ന് ഒരുക്കണം, ഡ്രസ്സ് മാറണം, മുടി കെട്ടണം, അവൾ സമ്മതിക്കുന്നില്ല. അത് കാരണം ഇപ്പം ഞങ്ങൾ ഇട്ടിരിക്കുന്നതേ ഡ്രസ്സിന്റെ പുറത്തൊരു ജാക്കറ്റ് ഇട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ വ്ളോഗ് ചെയ്യാൻ നേരം ഇടയ്ക്ക് സംസാരിക്കും. അത് ഞങ്ങൾ റീസണായിട്ട് പറയുന്നില്ല. മുടി കെട്ടിത്തരട്ടെ, ഓക്കെ? ഇപ്പൊ എസ് പറഞ്ഞ മൂഡിലൊന്ന് കെട്ടിക്കൊടുക്കണം. തലയും കൊമ്പിട്ടൊക്കെ പോയി. ഇതൊക്കെ സ്വാഭാവികം, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ വിചാരിക്കണം. ഒരു സൈഡ് കെട്ടി വീഡിയോ നമുക്ക് ചെയ്തു തരണ്ട. പിന്നീട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ, ഞങ്ങളുടെ ജില്ലി ബേബിയുടെ മുടിക്കകത്തുണ്ടല്ലോ, ഇത് പറഞ്ഞു കൊടുക്കും. നമ്മുടെ മുടി എന്താ ചെയ്യാൻ പോകുന്ന ആശുപത്രി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മുടി ഇങ്ങനെ പിടിച്ചിട്ട് അത് തന്നെ നിങ്ങളിപ്പോ കാണുന്നത് വിചാരിക്കും, ആ കൊച്ചു പെട്ടെന്ന് മുടി കെട്ടാൻ സമ്മതിച്ചല്ലോ. ഒന്നുമില്ല, താങ്കൾക്കൊന്നുമില്ല. താങ്കൾ ഇപ്പോഴും സന്തോഷവാനാണ്. നമ്മൾ ചിന്തിക്കുന്ന വഴി കൂടെ അവർ നടന്നില്ലെങ്കിൽ അവർ നടക്കുന്ന വഴി കൂടെ അവരെ വിടുക. ഇതൊന്നും അല്ല കോമഡി. ഞങ്ങളിപ്പോ വേണ്ടി ഒരു സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടോ. ഇവളിപ്പോ ആ സ്ട്രോളർ ഇരിക്കത്തില്ല, പകരം അവളുടെ ബേബി എന്നും പറഞ്ഞൊരു പാവേനെ സ്ട്രോളർ വെച്ചിട്ട് അവള് തള്ളിക്കൊണ്ട് കിടക്കുക. അതായത് 10 മിനിറ്റ് കൊണ്ട് നടന്നിട്ട് എത്തേണ്ട അടുത്ത് അരമണിക്കൂറിൽ എത്തൂല. എന്നിട്ട് അവളെ ഞങ്ങളിപ്പോൾ ബേബിന്ന് വിളിക്കാൻ പാടില്ല, ചേച്ചി വേണം വിളിക്കാൻ. എനിവേ ഞങ്ങൾ മറ്റേ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സില്ലേ, മറ്റേ ടൂർ ബസ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കയറി പോകാന്നിരിക്കും. അതാകുമ്പോഴത്തേനും ഇതിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിന് ഉറക്കമുണ്ട്. ഉറങ്ങി കഴിഞ്ഞാൽ ചുമന്നുകൊണ്ട് നടക്കണം. അപ്പം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഫൈനലി ഞങ്ങളുടെ നടീനെയും കെട്ടി ഒരുക്കി ഇറക്കി. ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കിങ് ക്രോസിന്റെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് നമുക്ക് ബസ്. ഈ റെഡ് ബസ്സിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഈ ടിക്കറ്റിനകത്ത് റെഡ് ബസ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം ഇതിനകത്തൂടെ കയറും. നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ്സുകളും ട്രെയിനുകളും എല്ലാം നമുക്ക് മിസ്സാവും. നോ പ്രോബ്ലം. അവള് ഇങ്ങനെ പാടി നടന്നൊക്കെ വരുള്ളൂ. പ്രൊട്ടസ്റ്റുകൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു എന്താ പറയുക, സിറ്റിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇസ്രയേലീസ് സ്റ്റോപ്പ് സ്റ്റാർവിങ് ഗാസ. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ലണ്ടൻ ടാക്സിയുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇത് സ്പെഷ്യലി ബിൽഡ് ഫോർ ലണ്ടൻ ടാക്സി പർപ്പസ് ആണ്. കാരണം ഇവിടുത്തെ നാരോ റൂട്ടുകളിൽ കൂടെ പോലും അവർക്ക് ടേൺ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് നോസ് കൊടുത്തിട്ടുള്ള, അതായത് ക്യാബിനിലും ആവശ്യത്തിന് സ്പേസും കൊടുത്ത് ഇങ്ങനെ ഒരു വണ്ടി അവർ ഡിസൈൻ ചെയ്തത്. 1940 കാലം തൊട്ടുള്ള ഡിസൈനാണ്. അപ്പം ഇവിടെ ഉള്ളവരും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ഈ കാറ് ഇഷ്ടപ്പെടുന്നത് കാരണം ദ സ്റ്റിൽ റിമെയിൻ ഇങ്ങനെ തന്നെ ആ ഡിസൈൻ കീപ്പ് ചെയ്തിട്ട് ടാക്സി ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ടാക്സിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ChatGPT വഴി തപ്പിയെടുത്തു. മേ ബി ഇതായിരിക്കും ഇങ്ങനെയുള്ള യൂട്ടേണുകളൊക്കെ എടുത്ത് പോകാനും അവർക്ക് ഇത് പറഞ്ഞ് എത്ര ചെറിയ സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയയിൽ കൂടെ പോലും അവർക്ക് വളഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ പോകാനുള്ള ബസ്സാണ് ഇതേ വരുന്നത്. അത് ബിഗ് ബസ്. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറയുന്നത് ഇതണക്ക് ടൂർ ബസ്സുകളുണ്ടല്ലോ,
പല കമ്പനികളുണ്ട്. ഇതിപ്പം സിറ്റി സൈറ്റ് സീയിങ്, അത് വേറെ എനിക്ക് ഒന്ന് ടൂട്ട് വ്യൂ. അപ്പോൾ ഇത് രണ്ടുമല്ല, നമ്മുടെ ബസ് ദേ വരുന്നതാണ്. അതിൻ്റെ പേര് എന്താണ്, ബിഗ് ബസ്. ബിഗ് ബസ്. നമ്മൾ ഇതിനകത്താണ് പോകാൻ പോകുന്നത്. നമ്മളിപ്പം ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഓഡിയോ ഇത് കേൾക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്, ഇതിൻ്റെ അകത്ത് നിന്നെ കേട്ടു തുടങ്ങി, എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിപ്പോ പോസായിരിക്കും ഇനി വരും. ആണോ? ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഈ വണ്ടിക്കകത്ത് ബോർഡായി. ഞങ്ങൾ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പക്ഷേ വണ്ടിക്കകത്ത് ആദ്യം കയറി. പക്ഷെ മുകളിലെത്താൻ ഒരു ചെറിയൊരു വൈകി. അതിനിടയ്ക്ക് ഇത്രയും ആൾക്കാർ ഇതിനകത്ത് കയറി പറ്റി. വണ്ടി കയറി ഉടനെ തന്നെ നമ്മുടെ ടിക്കറ്റ് കാണിച്ചപ്പോൾ നമുക്ക് ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. ആ ഹെഡ്സെറ്റ് കണ്ട വണ്ടി സീറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴെ ഇരുന്ന് ഗൈഡ് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഹെഡ്സെറ്റിൽ കൂടെ കേൾക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് പോകുന്ന വഴികളെല്ലാം ഇങ്ങനെ ഇവിടെ ഇരുന്ന് കണ്ടുപോകാം. ഒരിച്ചിരി വലിയ കുഴപ്പമില്ലല്ലേ. ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലോട്ടാണ് സ്ഥലം ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത്. ഞങ്ങളാണ് ലാസ്റ്റ് സീറ്റ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഓപ്പണായി കിടപ്പുണ്ട്. പക്ഷേ ചെറിയ തണുപ്പുള്ളത് കാരണം ഞങ്ങൾ ബാക്കിലോട്ട് പോയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് തണുപ്പ്, കാറ്റടിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തത്. ഇപ്പോൾ വന്ന ബസ്സിൽ അവർക്ക് തന്നെ 3-4 ടൈപ്പ് ബസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ കളറിലാണ്, ബസ് കളർ ഗ്രീൻ അല്ലായിരുന്നു, ഗ്രീൻ റൂട്ടിലാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബ്ലൂ റൂട്ടിൽ എടുത്ത് പോകണം. ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഞങ്ങൾ ഹോപ്പ് ഓഫ് ആയി. എന്നിട്ട് ഇനിയിപ്പോൾ അതേ അവരുടെ തന്നെ ബ്ലൂ റൂട്ട് ബസ് വരും. അതിനകത്ത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ട് ചിലപ്പം ബക്കിംഗ്ഹാം പാലസ് എത്തും തോന്നും. അപ്പം അങ്ങോട്ട് പോകാനാണ് നമ്മുടെ ഉദ്ദേശം. ഇത് ഇന്നലെ രാത്രി നമ്മൾ വന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലല്ല, ഇതേണ്ടേ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ലണ്ടൻ ഐയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇപ്പുറത്ത് അത് തന്നെ ലേക്കിൻ്റെ സൈഡിലാണ്. ഇവിടെ ഒരു ഷിപ്പൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ബ്ലൂ റൂട്ട് ബസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ നിന്നും പോവുകയാണ്. ഇതും കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ലൊക്കേഷൻ തന്നെയാണ്. എല്ലാം കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഓരോരോ സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. ബ്ലൂ വണ്ടിയുടെ മുകളിലെല്ലാം ആളാണല്ലോ രാജി. ബ്ലൂ റൂട്ട് ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് മുകളിലിരിക്കാൻ സ്ഥലം കിട്ടില്ല. മുകളിലും മറ്റേ കവറിങ് ഇല്ല. തണുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ വലിയ ജാക്കറ്റുകളൊന്നും ഇതുണ്ടോ, ജാക്കറ്റ് ഇടാതെയാണ് നടക്കുന്നത്. അവളുടെ ജാക്കറ്റ് ഞാൻ കൈ കൊണ്ട് നടക്കുന്നത്. അപ്പം വെറുതെ മേളിൽ പോലും തണുക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ താഴെ ഇരുന്നു. താഴെ ഏറ്റവും ബാക്കിലത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് സൈഡിൽ കൂടെയൊക്കെ അത്യാവശ്യം കാണാം. പിന്നെ അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഉദ്ദേശം ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ പോകുന്ന വഴിക്ക് അവർ അനൗൺസ് ചെയ്യും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിന് ഓരോ സ്റ്റോപ്പ് നമ്പർ വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ 50ാമത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറി 51, 52, 54 വരെ റൈഡ് ചെയ്തിട്ട് പിന്നെ അവർ 20ാമത്തെ സ്റ്റോപ്പിൽ ഞങ്ങൾ ഹോപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ബ്ലൂ കയറി. ഇനി ഈ ബ്ലൂവിൽ ഇങ്ങനെ കറങ്ങി ഇപ്പോൾ ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഏതൊക്കെ വണ്ടി എവിടെയൊക്കെ എത്തുമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഫുഡ് ഞങ്ങൾ പല രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനൊരു അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇതുള്ള ഒരാളല്ല. എനിക്ക് വിശക്കുമ്പം കഴിക്കണം എന്നൊരു തോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് രാജിക്ക് വേണ്ടി തന്നെയാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അവളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രം. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ കാണുന്നതാണ് പാലസ്. അതിലേക്ക് അകത്തോട്ട് കയറാം. ബസ്സുകളൊന്നും അതിൻ്റെ തൊട്ടടുത്ത് നിർത്താനോ അതിലോട്ട് ഡ്രൈവ് ചെയ്യാനോ അലോഡല്ലെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഈ റോഡ് ക്രോസ് ചെയ്യാനുള്ള ബെസ്റ്റ് ലൈനിൽ വന്ന് നിൽക്കുന്നുണ്ട്. 10 മിനിറ്റായി. എൻ്റെ കൂടെ ബസ് ഇറങ്ങിയ രണ്ടുപേരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ കാരണം കണ്ടതും ഇവിടെ ആണെങ്കിൽ തണുക്കുന്നു. എനിക്ക് നിന്നിട്ട് തണുക്കുന്നുണ്ടും. ജില്ലു ആണെങ്കിൽ ജാക്കറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ല. അവൾ ജാക്കറ്റ് ഊരി കളഞ്ഞ് പിന്നെ അവൾ തോന്നുന്നിടത്തില്ല നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമിന് അങ്ങോട്ട് ഓടിയെത്തില്ല. സോ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ തണുപ്പത്ത് അവളാണ് ഡ്രസ്സ് ഊരി കളഞ്ഞത്. എൻ്റെ അടി വേറെ ഒന്നുമില്ലല്ലോ ജി. നമുക്ക് തിരിച്ചു പോവാം. ഞങ്ങൾ ഈ തണുപ്പത്ത് ജാക്കറ്റ് ഇടാതെ കൊണ്ടുപോകത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അവൾ ജാക്കറ്റ് ഇടത്തില്ലെന്നുള്ള അവൾ പറയുന്നു. ജാക്കറ്റ് ഇന്നാ ക്യാൻറ്റി വാങ്ങിത്തരാം. ജാക്കറ്റ് ഇടുന്നില്ല. എല്ലാവരും ജാക്കറ്റ് ഇട്ട് നടക്കുക. അവൾ ജാക്കറ്റ് ഇടുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം 20 മിനിറ്റോളം ഇവിടെ നിന്നു. അപ്പം നമ്മൾ എക്സാക്ട്ലി ഇതേണ്ട ആ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്.
ഇതാണ് പാലസ്. ഇതിൽ ഇപ്പം നമ്മളെ വണ്ടിയിൽ ബസ്സിൽ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിങ് ഇപ്പം നിലവിൽ പാലസിലുണ്ടെന്നാണ്. അതല്ല അതിൻ്റെ മിഡിലാണ് ഫ്ലാഗ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കിങ് ഇപ്പം പാലസിലുണ്ടാകത്തില്ലെന്നാണ്. സോ അവിടെ ഒരു ഗാർഡ് നിൽപ്പുണ്ട്. ഒന്നല്ല 2 ഗാർഡ്. അപ്പുറത്ത് ഒരാളുണ്ട് കേട്ടോ. ഗേറ്റിലെ കൊത്തുപണികളൊക്കെ കൊള്ളാം. ഞങ്ങളുടെ പാലസ് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് പോകാൻ പോവാണ്. നമ്മൾ ആക്ച്വലി മിസ് ചെയ്തത് വളരെ വലിയൊരു സംഭവമാണെന്നുള്ളത് റിയലൈസ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ ആക്ച്വലി. കാരണം ഈ ഗാർഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ല. അതായത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഇത്തരം ദിവസങ്ങളിൽ മാത്രമേ ഗാർഡ് ചേഞ്ചിങ് ഉള്ളൂ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഗാർഡ് ചേഞ്ചിങ് കാണാൻ പറ്റും. പക്ഷെ അത് 10:45 തുടങ്ങുന്നതാണ്. 11 മണിക്ക് ഗാർഡ് ചേഞ്ചിങ് ഒഫീഷ്യലി 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കിടിലൻ സെറമണി ആയിരുന്നു. അതാണ് ഞങ്ങൾ മിസ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ നോർമലി ഫോട്ടോയിലൊക്കെ കാണുന്ന റെഡ് ഇട്ട ഗാർഡിനെയാണ് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചാൽ വന്നെങ്കിലും പക്ഷേ അത് ആക്ച്വലി പോസിബിൾ അല്ല. ഈ പാലസിൻ്റെ ഗേറ്റിനകത്ത് 2 ഗാർഡ് നിൽപ്പുണ്ട്. ഇന്നത്തെ അവരുടെ ഡ്രസ്സിൻ്റെ കളർ ഒരുമാതിരി ഗ്രേ ആണ്. അത് നമുക്ക് ഇനിയൊരു ചാൻസ് ഈ വർഷം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ കാണിക്കുന്നത് ഇവളുടെ ഒരു അലമ്പാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് ക്യാൻഡി വേണമെന്ന് പറഞ്ഞുള്ള നിർബന്ധ ഷോ ഓഫ്. നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി ഒരു റൗണ്ട്, ആ റൗണ്ടിൻ്റെ ഇപ്പുറത്ത് വന്നപ്പം ഇവിടെ നീണ്ടു നേർന്ന് അങ്ങോട്ട് എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്. അതാ ഞാൻ നേരത്തെ കയറി നിന്നപ്പോഴേ പാലസ് ഇത്രയേ ഉള്ളൂ. കയറി ഉടനെ തന്നെ പാലസ് വരുന്നത്. സാധാരണ പാലസിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര നീളത്തിലൊരു നടപ്പാതയൊക്കെ ഉണ്ടാകണ്ടേ. അപ്പം അങ്ങനെ ഒരു നടപ്പാതയാണിത്. ഇതിൻ്റെ എൻഡിൽ എന്താണെന്ന് അറിയത്തില്ല. നമ്മളൊരു ഗൈഡിനെ വിളിച്ചോ അല്ലാതെ ആരോടും ചോദിച്ചോ ഒന്നുമുള്ള യാത്രയല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള യാത്ര ആയതുകൊണ്ട് പലതും നമ്മൾ കാണാത്തതും കേൾക്കാത്തതൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കിയാണ് പോകുന്നത്. ചിലപ്പോൾ തെറ്റുകൾ പറയാം, പിന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ശരികളാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ കണ്ട സ്ഥലം അങ്ങ് നടന്ന് അങ്ങ് എൻഡ് വരെ പോയി അവിടെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. പാലസിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ലേക്കും അതിനോട് ചേർന്നൊരു നടപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ നടക്കാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റും. പാലസിന് നമ്മൾ കുറച്ചുകൂടെ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാരക വ്യൂ കിട്ടുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ അതിൻ്റെ തൊട്ടടുത്തൂടെ കയറി വന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോഴത്തേന് ആദ്യം ഒരു അയ്യടാന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇങ്ങോട്ട് മാറി മാറി വരുമ്പോഴത്തേനുണ്ടോ അതിൻ്റെ വ്യൂ കാണുമ്പോഴത്തേനും കിട്ടില്ല. ഞങ്ങളെ അങ്ങ് എൻ്റെ വരെ നടന്നു പോയി ഇതെല്ലാം കണ്ടു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഇതേ അവസ്ഥ കണ്ടോ. ഇവിടെ അങ്ങോട്ടെത്തിയപ്പോൾ തണുപ്പ് നല്ലതായിട്ട് കൂടി, നല്ല കാറ്റ് കാരണം തണുപ്പ് കൂടി. പക്ഷെ അവൾ ജാക്കറ്റ് വിടുന്നില്ല. ഞങ്ങൾ ഈ ഹുഡ് ഇട്ടിട്ട് പോലും ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവസാനത്തെ രാജിയുടെ ഉടുപ്പിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു ബസ് പിടിക്കാൻ പോവാം. പ്ലാനിങ് ചെയ്ത കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത വഴിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഈ ചെറിയ വഴി കൂടെയാണ് ഈ ബസ് പോകുന്നത് കേട്ടോ. ഇത് എങ്ങനെ ഇയാൾ വളയ്ക്കുന്നത്. ഇവിടുത്തെ മൊത്തം ഭയങ്കര ടൈറ്റ് വഴികളാണ്. അതിനിടയ്ക്ക് വണ്ടികളും കൊണ്ട് കാറുകളും കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് ഇപ്പോൾ വെളിയിൽ ഇറങ്ങി വന്നത്. കാരണം ആ ബസ്സിൽ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് നല്ല രീതിയിൽ വ്യൂ കാണാനും വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയതായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ കാൻഡി എന്നും പറഞ്ഞുള്ള നിലവിളി ഞങ്ങൾ ഒരുമാതിരി എക്സോസ്റ്റ് ആയിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമായിരുന്നു. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവളുടെ അലമ്പ് കാരണം ആദ്യം ഓടി ഒന്ന് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞൊന്ന് കയറി എടുത്തൊരു ചോക്ലേറ്റ് എടുത്തു. എന്നിട്ടൊരു പാല് വാങ്ങിച്ചു, ചെറിയ ഫ്രൂട്ട്സും വാങ്ങിച്ചു. ചോക്ലേറ്റ് ബില്ലടിക്കാൻ കൊടുത്തപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്നു. ചോക്ലേറ്റ് പൈസ വേണ്ടെന്ന് പറഞ്ഞു. പാല് വെച്ചപ്പം എന്താ പറഞ്ഞിട്ട് പാലും ഫ്രീ ആയിട്ട് തന്നു. കൊച്ചിനുള്ള പാലും ഫ്രീ ആയിട്ട് തന്നു. എന്തായാലും ഫ്രീ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒരു വെച്ചിനെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു കടയായത് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചെറിയ സ്നാക്സ്, ഒരു കോഫിയൊക്കെ എടുത്തിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെള്ളം ഞങ്ങൾ ക്യാരി ചെയ്യുന്നില്ലായിരുന്നു, വെയിറ്റ് കൂടുതലാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വെള്ളവും കൂടെ വാങ്ങിച്ചു. വെള്ളത്തിന് പൈസ എടുത്തു. എന്തായാലും കൊച്ചിനുള്ള പാലും ആ ചോക്ലേറ്റും ഒരു ഫ്രീ ആയിട്ട് തന്നു. താങ്ക് യു. ഇവിടെ അവർക്ക് സെപ്പറേറ്റ് ബസ് ലൈൻ ഉണ്ടല്ലേ. ബസ് ലൈൻ ഉള്ളത് കൊണ്ടാണ്
ആ ബസ്. ബാക്കി കാറുകൾക്കെല്ലാം ഒറ്റ ലൈനേ അപ്പുറത്തേയുള്ളൂ. അവരെല്ലാം അതിൽ കൂടെ പോകുന്നു. ബസ്സിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു ലൈനുണ്ട്, ബസ് പോകാനായിട്ടൊരു ലൈനുണ്ട്. ഫൈനലി ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ വിഷ്വലൊക്കെ കണ്ടു പോകട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കിട്ടി അല്ലേ ജില്ലു? ഞാനും ജില്ല ബേബി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. വാ, അതായത് പിടിക്ക് 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 പിടിക്ക്. അയ്യോ അയ്യോ, അങ്ങനെ ചെറിയ ചെറിയ ഉടുവഴി കൂടെ ഒക്കെ പോകുമല്ലേ നമ്മള്. ജാക്കറ്റ് ഇടുന്നില്ല തണുപ്പായിട്ട്. നമ്മി പുറകിലായിരിക്കും കേട്ടോ. ഒരു ഫേമസ് സ്ട്രീറ്റ് ആട്ടോ, പേര് പറഞ്ഞത്. പക്ഷേ നല്ല ലുക്കുണ്ട്. സൈഡും ബിൽഡിങ് രണ്ട് സൈഡിലും ബിൽഡിങ്ങിന് ഒരേ ഹൈറ്റാണ്. ഈ സൈഡ് മൊത്തം മറ്റേ ബ്രാൻഡിൻ്റെ ആരോ മറ്റേ ടോമി. അപ്പുറത്ത് വന്നപ്പോൾ ഹൗസ്. ഞങ്ങളടുത്ത ചൈന ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ടൗണിന് അടുത്ത സ്റ്റോപ്പ് നമ്പർ 8. 80ഓളം റെസ്റ്റോറൻറ്റുകളാണ് ചൈന ടൗണിൽ ഉണ്ടെന്നാണ് ഈ ബസ്സിൽ നിന്നുള്ള കിട്ടിയ ഇൻഫർമേഷൻ. എല്ലാ സിറ്റിയിലും എന്തായാലും ചൈന ടൗണിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇത് 7 അല്ലേ? ഞങ്ങൾ ചൈന ടൗണിൽ കറക്റ്റ് എത്തിയിട്ടുണ്ട്. ജാക്കറ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ട് തണുപ്പ് കാരണം കഷ്ടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് കൊടുത്തു. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. കരച്ചില. ഇല്ല, ചൈന ടൗണിലെങ്കിലും ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണോ? ചൈന ടൗൺ ഓക്കെ ആയോ? ഫുഡ് കഴിക്കാൻ കയറാം. വണ്ടിക്ക് പാസില്ല, ബസ്സിന് കാശില്ല, ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നും പറഞ്ഞ് ഇവിടെ കുറെ ആൾക്കാർ ഇറങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ അടുത്ത് നിന്നുള്ള കാശെല്ലാം വാങ്ങിയിട്ട് പോയി. നമുക്ക് ആ ലൊക്കേഷനിലോട്ടോ. ബൊഫയുടെ കണ്ടു. ഈറ്റിൻ 15 euro ആണ് പെർ പേഴ്സൺ. ചൈന ടൗണിൽ വന്ന് നമ്മൾ ചൂസ് ചെയ്ത് വളരെ ഒരു വൃത്തിയായിട്ട് റെസ്റ്റോറൻ്റ് ആയി പോയി. എക്സ്പീരിയൻസ് പലയിടത്തും പലതാണല്ലോ. എന്തായാലും ചൈന ഒരുപാട് സാധനം ഉണ്ടെന്ന് കയറി ബൊഫേ സർവീസ് കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞ് ക്യാഷ് ഓൺലി, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, കുടിക്കാൻ എന്ത് വേണം? കുടിക്കാൻ ഞങ്ങളൊരു ജ്യൂസ് ഒരു ചായയും പറഞ്ഞു. ഓക്കെ, കൊച്ചിന് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളന്നേരം പോയി ഒരു പ്ലേറ്റ് കൊണ്ട് തന്നു. പ്ലേറ്റിൽ ഫുഡ് എടുത്തുകൊണ്ട് എടുത്തു വെച്ച് കഴിക്കാനായിട്ട് പോടുന്നുണ്ടാണ്. കഴിക്കുന്നതിന് മുമ്പ് പൈസ കൊടുത്തിട്ടേ കഴിക്കാവുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇതല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ട് നമ്മളെ കണ്ട പൈസ കൊടുക്കാത്തവരെ കണക്കൊരു തോന്നലുണ്ടോ? ഇപ്പം അങ്ങനെ തോന്നിയിട്ടാണ്. അതിന് ഇവർ മൊത്തം എടുത്ത് ഇങ്ങനെ ചൈന ടൗൺ ആയതുകൊണ്ട് പലരും വന്നിങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിവേ അതൊരു വൃത്തിയട്ട റോഡ് പരിപാടി വന്നു. നല്ല തണുപ്പും. ഞാനാണെങ്കിൽ 2-3 ഇട്ടിട്ടുണ്ട്. അകത്ത് ഒരു ഇന്നർ പെന്ന്, സാധാ പെന്ന്, ഒരു കുട്ടി. എന്നിട്ടും എനിക്ക് തണുക്കുന്നുണ്ട്. ഇതൊന്നും ഇടാതെ വെറിയൊരു ഉടുപ്പ് മാത്രമാണ്. നമ്മളെന്ത് കഴിക്കാം? ഫൈനലി കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. നമുക്കെല്ലാം ഇപ്പോഴേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. അതാണുള്ള മെയിൻ കാര്യം. അതെ, ഇത് 100 years ഓഫ് കാനഡ ഹൗസ്. ലിഫ്റ്റിലേക്ക് ഇത് കനേഡിയൻ എംബസി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാനഡയുടെ ഫ്ലാഗും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ചൈന ടൗണിൽ നിന്നൊക്കെ കഴിഞ്ഞിറങ്ങി കുറേ നേരമായിട്ട് നടന്നെങ്കിൽ ഇങ്ങ് എത്തിയില്ല. നേരത്തെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് ചൈന ടൗണിലേക്ക് പോയത്. ഇത് തന്നെ, ഇത് കാനഡ എംബസി കേട്ടോ. അതുണ്ടോ, കാനഡ എന്ന് ബോർഡ് എഴുതിച്ചിട്ടുണ്ട്. പക്ഷേ ചൈന അല്ലല്ലോ. ഇത് ചൈന അല്ലല്ലോ, ഇത് UK അല്ലേ? ഈ ചൈന ടൗണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചൈനയിൽ വന്ന കാനഡ എംബസി ഉണ്ടെന്ന്. ചൈന അല്ല കേട്ടോ, ഞങ്ങളിപ്പോൾ UK കേട്ടോ. ചൈന ടൗൺ, UK ചൈന ടൗണിലാണ്. അവിടെ വന്നപ്പോഴത്തേന് കനേഡിയൻ എംബസി കണ്ടു. ഇവിടെ അടുത്ത് വേറെ എന്തൊക്കെ ഇവിടെ എന്ത് സംഭവം ഉണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോവാം, വാ. ആരോ അവിടെ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇത് അന്റാർട്ടിക്കയിലെങ്ങാണ്ട് ജനിച്ചിട്ട് ഇവിടെ എങ്ങാണ്ട് വന്ന ഒച്ച. അവക്ക് തണുപ്പുമില്ല, ഒന്നുമില്ല, നടക്കുന്നുണ്ടോ?
നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ഞങ്ങൾക്ക് ഇറങ്ങിക്കാണാനുള്ള യോഗമില്ലെന്ന് തോന്നുന്നു. വളരെ നല്ല തണുപ്പായി, രാത്രിയായി, ജിലിബേബി ഉറക്കമായി. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഫോട്ടോ എടുക്കാനൊന്നുമില്ല. ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കണ്ടു തീർത്തിട്ട് പോകാനുള്ള അവസരം. അങ്ങനെ ഇന്നത്തെ ഫുള്ള് അലച്ചിലും കഴിഞ്ഞ് ആസ് യൂഷ്വൽ പരിപാടി കണക്ക് ജിലിബേബീനെ ഉറക്കി ഞങ്ങൾ നേരെ റൂമിലോട്ട് എത്താറായി. ഇന്ന് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ റൂം എത്തുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ 10 മണിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താണ്ട വീട്ടിൽ വന്ന് കയറിയപ്പം അവളുടെ ഉറക്കവും തീർന്ന് എല്ലാം തീർന്ന് താണ്ട എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. ലണ്ടനിൽ വന്നിട്ട് എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോട്ടോ ഇടുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജാണ്. ടവർ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് നേരത്തെ തന്നെ നമ്മൾ ആദ്യം ഞങ്ങൾ താമസം എടുത്തത് ടവർ ഹോട്ടലിലായിരുന്നു. ടവർ ബ്രിഡ്ജിന് തൊട്ടടുത്തേക്കുന്ന ഹോട്ടലായിരുന്നു, വിച്ച് ഈസ് സോ എക്സ്പെൻസീവ്. പിന്നീട് നമുക്ക് കിട്ടിയതാണ് ഈ ഹോട്ടൽ. അപ്പം നല്ല റേറ്റ് വ്യത്യാസമുള്ളതാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ഒരു 10 മിനിറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അന്നേരം ടവർ ഹോട്ടലിൻ്റെ അടുത്താണ് ടവർ ബ്രിഡ്ജ് ഉള്ളൂ. ടവർ ബ്രിഡ്ജ് അല്ല നമുക്ക് ഒറിജിനലി കാണേണ്ടത്, ലണ്ടൻ ബ്രിഡ്ജാണ് കാണേണ്ടതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ലണ്ടൻ ബ്രിഡ്ജിലല്ല ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നത്. ദാറ്റ്സ് കോൾഡ് ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജാണ്. പക്ഷേ ആ ടവർ ബ്രിഡ്ജിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് ബസ്സിൽ പാസ് ചെയ്തതേ ഉള്ളൂ. കാര്യം ഇപ്പോൾ നല്ല ഉറക്കമായിരുന്നുകൊണ്ട് പിന്നെ തണുപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. തിരിച്ച് ഞങ്ങൾ ആ വീടെത്തിയപ്പത്തിന് ആൾ ഉണർന്നിരുന്ന് കളിക്കുന്നുണ്ട്. 7 മണി ആയതേ ഉള്ളൂ. എനിവേ ലണ്ടനിൽ അങ്ങനത്തെ 2ാമത്തെ ദിവസവും ഫിനിഷായിരിക്കുകയാണ്. 2ാമത്തെ ദിവസം ഞങ്ങൾ ഫിനിഷ് ആയി. ഇപ്പം നാളെ ഞങ്ങൾ വേറെ കറങ്ങാനൊന്നും നിൽക്കുന്നില്ല. കാര്യം ഞങ്ങൾക്ക് നാളെ 3 മണിക്ക് അങ്ങോട്ട ഫ്ലൈറ്റ്. അതും ലണ്ടനിലെ ഏതോ ഒരു എയർപോർട്ടിൽ നിന്ന്, ഹീത്രോ എന്നല്ല, വേറെ ഏതോ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഞങ്ങളുടെ അബുദാബിയിൽ താമസം ഇതുവരെ ശരിയായിട്ടില്ല. താമസം ബുക്ക് ചെയ്യണം, റെൻ്റേ കാർ ബുക്ക് ചെയ്യണം. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾക്ക് എല്ലോളം പണിയുണ്ട്. അതുപോലെ തന്നെ എല്ലാം വീണ്ടും പാക്ക് ചെയ്യണം. ബേബി സ്ലീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നാളത്തെ ദിവസം എന്തൊക്കെയാണ് പരിപാടി അബുദാബി എത്തുന്നവരുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ ലണ്ടനിൽ 2 ദിവസം അടിപൊളിയായിരുന്നു, സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. അമ്മായി ചേച്ചി. ഇനി നമ്മൾ അടുത്ത രാജ്യത്തേക്ക് നാളെ പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി പറ. മലയാളി.